ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നമസ്കാരം. സ്റ്റാറാണ് ഈ ആഴ്ചത്തെ സ്റ്റാർ. മനസ്സിലായില്ലേ? 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, അങ്ങനെ പല പല സ്റ്റാറുകൾ. ചില സ്റ്റാറുകാർ തുറക്കും, മറ്റു ചിലർ അടയ്ക്കും. ഇപ്പോൾ എല്ലാ സ്റ്റാറും സൂപ്പർ സ്റ്റാറാണ്. അടയ്ക്കുമ്പോഴെല്ലാം തുറക്കാൻ കാത്തിരിക്കുന്നവയാണ് ഇത്തരം സ്റ്റാറുകൾ. എന്നാൽ സ്വയം തീരുമാനമെടുത്ത് അടയ്ക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വൻ സ്റ്റാറുകാരും ഇവിടെയുണ്ട്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. ചൊവ്വാഗ്രഹത്തിൽ കേരള കോൺഗ്രസിന്റെ ഒരു യൂണിറ്റ് തുടങ്ങണം. പിന്നെ 5-6 റബ്ബർ തൈ നടണം. മംഗൾയാന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിക്കാൻ തലസ്ഥാനത്ത് ചേർന്ന ചടങ്ങിനിടെ മാണിസാറിന്റെ ആഗ്രഹങ്ങൾ ഇപ്രകാരമായിരുന്നു. കൂട്ടത്തിൽ ഇനി പറയുന്ന ആഗ്രഹം കൂടി ആകാമായിരുന്നു. ചൊവ്വ യൂണിറ്റിന്റെ ചുമതല പാർട്ടിയുടെ ഏക വൈസ് പ്രസിഡന്റിനെ ഏൽപ്പിക്കും എന്ന പ്രഖ്യാപനത്തിനായി കേരളം കാത്തിരിക്കുന്നു എന്നറിയിച്ച് ഇന്ന് തുടങ്ങുന്നു സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. തുടക്കത്തിൽ ഈ ആഴ്ചത്തെ അജണ്ടകൾ. അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്. ഞാൻ ശക്തമായി നിഷേധിക്കും. എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ വേണോ വേണ്ടയോ? എന്താ ഉമ്മ. ഇന്ന് തന്നെ തരാം. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കണ്ടു ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? വെറൈറ്റിയാണ്, എട്ടിപ്പിടിക്കാം. അല്ലിയാമ്പൽ കടവിലും മരക്കൂവെള്ളം. രാവിലെ പാട്ട് മത്സരത്തിൽ പഠിക്കുക. കുറച്ച് സായത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. അങ്ങനെ മണിമന്ത്രി മാണിസാറിനും പണി കിട്ടി. കെണിയിലാക്കിയത് മുന്നണിക്കാരോ അണികളോ അല്ല, പിന്നണിക്കാരാണത്രേ. പണം കൊടുത്തെന്ന് മണിമണിയായി പറഞ്ഞത് ബാറുടമ ബിജു രമേശാണ്. കുഞ്ഞുമാണിയെ കുരുക്കിലാക്കിയത് കുഞ്ഞൂഞ്ഞാണെന്ന് പീസ് ജോർജ് കുറ്റം പറഞ്ഞതോടെ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു കാര്യങ്ങൾ. എല്ലാവരും ഐക്യത്തോടെ ഐക്യകണ്ഠേന യോജിച്ചെടുത്ത തീരുമാനങ്ങൾ. 1. പുതിയ മദ്യനയം, മദ്യരഹിത കേരളം. എല്ലാവരും ഐക്യത്തോടെ ഐക്യകണ്ഠേന യോജിച്ചെടുത്ത തീരുമാനങ്ങൾ. 2. പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല. എല്ലാവരും ഐക്യത്തോടെ ഐക്യകണ്ഠേന യോജിച്ചെടുത്ത തീരുമാനങ്ങൾ. 3. 2015 ഏപ്രിൽ 1 ശേഷം കേരളത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ, ബാറുകൾ മാത്രമേ കാണുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ശ്രീ മാണിസാറിനെ ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ട് അറിയുന്ന വ്യക്തിയാണ്. എന്നോട് വളരെ സൗഹൃദമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. ഞാനും അദ്ദേഹവുമായിട്ട് യാതൊരു വ്യക്തിപരമായോ മറ്റേതെങ്കിലും രീതിയിലോ ഒരു ശത്രുതയോ വിരോധമോ വൈരാഗ്യമോ ഞങ്ങൾ തമ്മിലില്ല. ഇതൊക്കെ എന്നെയും കേരള കോൺഗ്രസ് പാർട്ടിയെ നിർവീര്യമാക്കാം എന്ന് കരുതിക്കൊണ്ടാണെങ്കിൽ അതുകൂടെ നടക്കുകയില്ല. 2. 5 കോടി ചോദിച്ചപ്പോൾ അസോസിയേഷൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. ബാക്കി 85 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുകയും ബാക്കി പിന്നെ തരാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് അവർ പോകുന്നത്. 1 കോടി ക്യാഷും വന്ന് ഇനി സുൽത്താൻ വാഴും പോലെ ഇത് പൈസ അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്. ഞാൻ ശക്തമായി നിഷേധിക്കും. 3.
ബാക്കി 4 കോടി രൂപ അത് കഴിഞ്ഞ് പോയി കണ്ടവരോട് ചോദിച്ചു 5 കോടി രൂപ കിട്ടിയില്ലല്ലോ കൊണ്ടുപോകാന്ന്. അപ്പോൾ പറഞ്ഞു 1 കോടി രൂപ അത് എപ്പോഴാണ് തന്നതെന്നാണ് ചോദിച്ചത്. എപ്പോഴാണ് തന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പിന്നെ ഡേറ്റും സമയവും കണ്ട ഇതെല്ലാം കൂടെ ഒന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചപ്പോൾ അതൊക്കെ എപ്പോഴേ ചിലവായി പോയി, നിങ്ങളൊക്കെ ഓരോ ലക്ഷം രൂപ ചിട്ടാ പോരെ 5 കോടി രൂപയ്ക്ക്, അത് 5 കോടി രൂപ കൊണ്ടുപോകാൻ നോക്കിയതിന്റെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അതേപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. ഏത് അന്വേഷണവും നല്ല ശക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഞാൻ ഏത് അന്വേഷണ ഏജൻസിയോടും CBIയോ ജുഡീഷ്യൽ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഞാൻ വരാൻ തയ്യാറാണ്. പിന്നെ എന്താ അന്വേഷണം? അവർക്ക് എന്നെ നുണ പരിശോധനയ്ക്ക് ഏറ്റവും സാങ്കേതികമായ കാര്യമാണ് നുണ പരിശോധന, അതിന് വിധേയനാവാൻ ഞാൻ തയ്യാറാണ്. നുണ പരിശോധന നടത്തേണ്ട കേസായത്. ശ്രീ KM മാണി കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് തലകുത്തന സംഭവം മറിഞ്ഞു പോയത്, ഈ പുതുക്കാൻ പറ്റാതെ വന്നത്. KM മാണിയാണല്ലോ ഇത് അവസാനം എതിർത്തതും. കാര്യം അദ്ദേഹത്തിന് പറഞ്ഞ പൈസ കൊടുത്തില്ല, അത് കൊടുക്കാതാക്കിയത് മുഖ്യമന്ത്രിയാണ്. ഇതിനകത്ത് ഒരു സത്യവുമില്ല എന്നുള്ളത് തീർത്തും പറയാൻ സാധിക്കും. ഒരു സംസ്ഥാനം ഭരിക്കുന്ന വളരെ ശക്തനായ കരുത്തനായ ഫൈനാൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം പറയുന്നത്. ശ്രീ KM മാണിയെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്. ഞാൻ ശക്തമായി നിഷേധിക്കും. പുതിയ മദ്യനയം, മദ്യരഹിത കേരളം. ബാറുകാർ കൊടുത്തെന്ന് പറയുന്ന 1 കോടി എങ്ങോട്ടാണോ എന്തോ പോയത്? കാലിയായ ഖജനാവിലേക്കാണോ അതോ കാരുണ്യ ലോട്ടറിയിലേക്കാണോ? കൊച്ചിയിൽ കിസ് ഓഫ് ലവ് എന്ന നൂതന സമര പരിപാടി, മലയാളത്തിൽ പറഞ്ഞാൽ ചുംബന സമരം, പച്ച മലയാളത്തിൽ ഉമ്മവയ്ക്കൽ സമരം. സദാചാരവാദികളെ കാണിക്കാനാണ് ചുംബനങ്ങളൊക്കെയും. എല്ലാവരും അഭിപ്രായം പറഞ്ഞു, എതിർത്തും അനുകൂലിച്ചും. ഉമ്മച്ചനും ഉമ്മയെക്കുറിച്ച് പറയാനുണ്ടാവും. ഇതുവരെ ആരും ചോദിക്കാത്തതിനാൽ പുറം ലോകം അറിഞ്ഞില്ല എന്നേയുള്ളൂ. ചുംബന സമരം വേണോ വേണ്ടയോ? പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? നാടകമേ ഉലകം നേരിട്ട് ചോദിക്കുന്നില്ല, ചോദിപ്പിക്കുന്നു. എന്താ പേര്? എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ. വേണോ വേണ്ടയോ? എന്താ ഉമ്മ. ഇന്ന് തന്നെ തരാം. അയ്യോ ചേച്ചി, ഞാൻ ഉമ്മ ചോദിച്ചതല്ല, ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ. ഉമ്മച്ചൻ. അതെ അതെ, ഉമ്മച്ചൻ. ഉമ്മ എന്ന് വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയെ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ പറ്റുന്നല്ലേ പറയാൻ പറ്റൂ. തലസ്ഥാനത്തിന്റെ പ്രിയ MP ശശി തകരാർ ആള് പുലിയാണ്. ഗതികെട്ടാൽ എലിയെ പിടിക്കുന്ന കഴുതപ്പുലി. പാർട്ടിക്ക് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടാൻ പറ്റിയ ആളാണ് ശശി തകരാർ എന്ന കാര്യവും മറക്കാൻ പാടില്ല. അല്ലെങ്കിലും പ്രതി എന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. നാട്ടിലെ മാലിന്യം നീക്കാൻ പാർട്ടിയിലെ മാലിന്യങ്ങൾ ഇറങ്ങണമെന്ന തീരുമാനത്തിലാണ് വിവിധ കക്ഷികൾ എന്ന് തോന്നുന്നു. കോൺഗ്രസ് മാത്രം ഒരാളെ തീരുമാനിച്ചില്ല. അത് സ്വയം തിരിച്ചറിഞ്ഞ ശശി തകരാർ ആ ജോലി ഏറ്റെടുത്തു. സുന്ദര 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 സുന്ദര. ശശി എലിവിഷം ഒഴിക്കേണ്ട, കഴിക്കേണ്ട. ശശിയുടെ സാന്നിധ്യം മതി എലി ചത്തു പൊങ്ങാൻ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കണ്ടു ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ശശി എലിവിഷം. ശ്രദ്ധിക്കുക, കൂളിംഗ് ഗ്ലാസ് വെച്ച് കൂളായി പണിയെടുക്കുന്നു എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ശശി എലിവിഷം. ആലുവ MLA ഹൽവ പോലൊരു ചെറുപ്പക്കാരനാണ് അൻവർ സാദത്ത്. ഒന്നാന്തരം കലാകാരൻ. പാട്ട് കേട്ട് ആശ്വസിക്കാൻ എത്തിയവരെ നന്നായി ആശ്വസിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും അൻവറിനുള്ള കഴിവ് വേറെ ആർക്കാണുള്ളതെന്ന് ചിലരെങ്കിലും ചോദിക്കാനിടയുണ്ട്. ആലുവാക്കാരെ കൊണ്ട്
ആരുവാ എന്ന് ചോദിപ്പിച്ച ആ ഗാനം ഇതാണ് അവതാളം. ഒന്ന് പാടാൻ ആഗ്രഹമുണ്ട്. ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. കോളേജിലെ ഏത് പരിപാടിക്കും ഞാൻ പാടും. വേണേ ഇപ്പൊ പാടാം. പാട്ട് പാടുന്ന ക്രിമിനൽ കുറ്റ. വെറൈറ്റിയാണ്, എട്ടിപ്പിടിക്കാം. അല്ലിയാമ്പൽ കടവിലും നരക്കുവെള്ളം. നല്ല ശബ്ദം, നല്ല ശബ്ദം. അന്നു നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പുവെള്ളം. എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നു നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നിർത്തി പാടൂ, എന്നാലേ ഭാവം വരൂ. അല്ലിയാമ്പൽ കടവിലൊന്നരയ്ക്കു വെള്ളം. അന്നു നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പും വെള്ളം. കയ്യടി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രോത്സാഹനം, മറ്റേ നിർത്തിയിട്ട് പോടാന്ന അർത്ഥത്തില്. പാടണമെന്നൊരു ആഗ്രഹം കൊണ്ട് പാടിയതാണ്, ഒരു ബന്ധവുമില്ല. രാവിലെ പാട്ട് മത്സരത്തിൽ പഠിക്കുക, കുറച്ച് സായത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. ആദ്യം അപ്പൊ ഒന്ന് പാടി, ഒന്ന് ഇനി പാടി. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശബ്ദം കുറച്ച് തന്നെത്താൻ പാടി സ്വയം രസിക്കും. ഇനി പാടല്ല. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇനി ഇരട്ട ചോദ്യമാണ്. മുഖ്യമന്ത്രി ശശി തരൂരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നോ കമന്റ്സ്. അപ്പോ രാഹുൽ ഗാന്ധി? ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. നാടകമേ ഉലകം, നാടകമേ ഉലകം. മാണിയാശാൻ ബാറിലാണ് കുടുങ്ങിയത്, മണിയാശാനാകട്ടെ ബാർബറിലും. ഇന്നത്തെ ഹൈക്കമന്റ് ഇടുക്കിയിൽ നിന്നാണ്. അയാൾ നിൽക്കുമ്പോ ഇങ്ങനെ അയാളുടെ പാർട്ടിക്കാരന്മാരെ ഇല്ലേ, റോയിക്ക് പൗലോസ് എന്ന് പറയുന്ന വായി നോക്കി വേറെ ഇവരെല്ലാം കൂടെ നിന്നുകൊണ്ട് എംപിയെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത എംപിയെ കയ്യേറ്റം ചെയ്യുക, തെറി പറയുക. പോലീസുകാർ വായി നോക്കികൾ നിങ്ങള് എന്നാ ചരക്കുകയായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഒരു ചെറിയുള്ള കത്തിൽ കൂടും മേടിച്ച് ചരയ്ക്കാൻ പോയാൽ മതി. ഇനി പേരും വേറെ എന്താ, ഈ പണിയൊക്കെ നിർത്തുക, കാക്ക് ഊരിയിട്ടിട്ട് ഈ പണിക്ക് പോവുക, ചരയ്ക്കാൻ പോവുക, ബാർബർ ഷോപ്പ് തുടങ്ങുന്നതാണ് നല്ലത്, അല്ലേ? എന്ത് ന്യായം, എന്ത് നീതിയാണ് നിങ്ങൾ പറയുന്നത്? എം പി എന്നാ ചുമ്മാ ഓട് പൊളിച്ച് പാർലമെന്റിൽ കടന്നു വന്ന ആളാണോ? നാടകമേ ഉലകം, നാടകമേ ഉലകം. കേരളത്തിൽ വീശിക്കൊണ്ടിരിക്കുന്ന ഒരുതരം പാതിരാ ചുഴലിക്കാറ്റ് അങ്ങ് ഡൽഹിയിൽ ആഞ്ഞുവീശി. പേര് കുത്തുകുത്ത്. കത്തിലൂടെയായിരുന്നു ആ കുത്ത്. അച്ചുമ്മാന്റെ കത്തിൽ കാരാട്ട് കർത്താവിന് കലിയിളകി. അടവു നയത്തിൽ അവസാന അടവ് പുറത്തെടുക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ ബദലുമായി യെച്ചൂരിയും ലെവലു മാറ്റി അച്ചുമ്മാനും വന്നതോടെ പണിപാളി. ഇങ്ങനെ പോയാൽ പാർട്ടി സമ്മേളന സമയത്ത് ഉപ്പ് നോക്കാൻ ആളെ കിട്ടില്ലെന്ന ആക്ഷേപം ശക്തമായപ്പോൾ പ്രകാശിന്റെ തലയിൽ പ്രകാശമുദിച്ചു. അത് കെടാതിരുന്നാൽ നല്ലത് എന്ന് ഓർമ്മിപ്പിച്ച് ഇന്ന് വിടവാങ്ങുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്കര അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും. തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം.
നാടകമേ ഉലകം